ഈ സെനറ്റിന് അംഗീകാരമില്ലാതെ ആണ് യുദ്ധം നടത്തിയത്, യുദ്ധം അല്ലെങ്കിൽ അധിനിവേശം നടത്തിയെന്നുള്ളത്. ഒബാമയും പണ്ട് ചെയ്തിട്ടുണ്ട്. ഒസാമ ബിൻ ലാദൻ, പക്ഷേ ഒസാമ ബിൻ ലാദനെ പിടിക്കാനാണ് ആരുടെ അംഗീകാരം എടുക്കാൻ പോയി ചെയ്തതാണ്. പക്ഷെ അതിന് അവർക്ക് പറയാവുന്നൊരു കാര്യം, ഒരു പ്രതികാരത്തിന്റെ അമേരിക്കൻ ഒരു പ്രതികാരദാഹിയായ രാജ്യമാണല്ലോ. അപ്പൊ ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരിക്കും, അതുകൊണ്ടാണല്ലോ അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ മുമ്പ് പക്ഷെ ആർബിട്രറി അല്ലാത്തൊരു ഇമ്പീരിയലിസം അമേരിക്ക ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. സാമ്രാജ്യത്തിന്റെ സ്വഭാവം തന്നെ ആർബിട്രറിയാണ്. അവര് നിയമം അനുസരിച്ച് ഇപ്പോ അതാണ് കാനഡയുടെ പ്രസിഡന്റ് ഈ ട്രംപ് ആയപ്പോ താരിഫ് പോകുന്ന സമയത്ത് ഈ താരിഫ് പ്രഖ്യാപിക്കുന്ന എല്ലാം തന്നെ ഇപ്പോ അമേരിക്കൻ കോടതി ഇടപെടണം നിർബന്ധമായ സാഹചര്യം. എല്ലാ ആർബിട്രറിയാണ്, റൂൾ ബേസ്ഡ് ഒരു നിയമവ്യവസ്ഥയിലല്ലോ. ഇപ്പൊ UN അംഗീകരിച്ചിട്ടാണോ? അമേരിക്ക ഏത് കാലത്ത് UN അംഗീകരിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അമേരിക്ക വീറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്, വീറ്റോ പവർ ഉപയോഗിച്ച് UN-ന്റെ തീരുമാനം അട്ടിമറിച്ചെന്നല്ലാതെ ഇസ്രായേലിനെതിരെ അന്വേഷണത്തിനെതിരെ, ഇസ്രായേലിലെ വംശഹത്യക്ക് അന്വേഷണത്തിന് അമേരിക്ക വീറ്റോ പ്രയോഗിച്ചു. അല്ല, അമേരിക്ക എപ്പോഴാണ് റൂൾ ബേസ്ഡ് ആയ സിസ്റ്റത്തിന് വേണ്ടി നിന്നിട്ടുള്ളത്? ഒരു കാലത്തും അമേരിക്ക റൂൾ ബേസ്ഡ് ആയിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് വേണ്ടി നിന്നിട്ടില്ല. എപ്പോഴും ആർബിട്രറി ആയിട്ടുള്ള തീരുമാനം എടുക്കുക. ഒരു വലിയ നൈരന്തര്യം കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ട്രംപ് അതിനെ വലിയ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ട്രംപിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രൻസിയോ അങ്ങനെ അതുകൊണ്ടാണ്. പക്ഷെ ഇത് ജോർജ് ബുഷിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. റൂൾ ബേസ്ഡ് ഒരു ലോകത്തെ കുറിച്ച് അങ്ങനെ ഒരു കൃത്യത പാലിച്ചു പോയിട്ടുള്ള ഒരു രാജ്യമല്ല അമേരിക്ക. എപ്പോഴും അത് അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ ആയിക്കോട്ടെ, സദാം ഹുസൈൻ ഇല്ലാത്തൊരു കഥയുടെ പുറത്തല്ലേ, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കഥയുടെ പുറത്താണ് അത് മാധ്യമങ്ങൾ അതെ അവിടെ പോയി അദ്ദേഹത്തെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പൊ ഈ റൂൾ ബേസ്ഡ് സംവിധാനം ഒരു കാലത്തും പാലിക്കാത്ത ഒരേ രാജ്യം ലോകത്ത് അമേരിക്ക തന്നെയാണ്.